നിങ്ങൾക്ക് മരിയ കൊറീന മച്ചാഡോ എന്ന പേര് ഓർമ്മയുണ്ടോ? ചിലർക്ക് ഓർമ്മയുണ്ടായേക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കുറച്ചു നാള് ആ പേര് നാം നിരന്തരം കേൾക്കാൻ പോവുകയാണ്. ചില അവാർഡുകൾ ലഭിക്കുമ്പോഴാണ് അവരെ ലോകം അറിയുക. എന്നാൽ ചിലർക്ക് ലഭിക്കുമ്പോഴാണ് ചില അവാർഡുകൾ ലോകം അറിയുക. നമ്മുടെ പത്മ അവാർഡുകളുടെ കാര്യം തന്നെ എടുക്കുക. മുൻകാലങ്ങളിൽ പ്രശസ്തരായവർക്കാണ് ആ അവാർഡുകൾ ലഭിച്ചിരുന്നത്. ചില പ്രശസ്ത മുതലാളിമാർ ആ അവാർഡിനായിട്ട് കാര്യമായ കഷ്ടപ്പെട്ടിരുന്ന കാര്യവും നാട്ടിലെ പാട്ടാണ്. എന്നാൽ അടുത്ത കാലത്തായി ഈ അവാർഡ് ലഭിക്കുന്നവരെ അതിനു മുൻപോ ശേഷമോ ആരും അറിയുന്നില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പറഞ്ഞു വരുന്നത് അവാർഡിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. ഓരോ അവാർഡും ഓരോ ലക്ഷ്യങ്ങൾ തന്നെയാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അവാർഡുകളിൽ ഒന്നായ നൊബേൽ സമ്മാനവും അതിന് അപവാദമല്ല എന്ന് പറയാനാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത്. ഇനി വിഷയത്തിലേക്ക് വരാം. പ്രഖ്യാപിക്കുന്നതും നൽകുന്നതും സ്വീഡിഷ് അക്കാഡമി ആണെന്നാണ് വൈപ്പെങ്കിലും നോബൽ സമാധാന സമ്മാനം എപ്പോഴും അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് നൽകി പോന്നിട്ടുള്ളത്. അമേരിക്കൻ വിരുദ്ധ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നും ഈ അവാർഡ് ലഭിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. 2023 അവാർഡ് ലഭിച്ച നർഗീസ് മുഹമ്മദി ഇറാനിലെ ഭരണകൂടത്തിനെതിരായ പോരാട്ടം നടത്തുന്നയാളാണ്. ചൈനയിലെ ലിയു സയോബയെ കുറിച്ച് നോക്കുക. അദ്ദേഹവും ചൈനീസ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം നയിക്കുന്നയാളാണ്. എന്നാൽ അമേരിക്കയിലെയോ അമേരിക്കൻ സഖ്യകക്ഷികളായ രാജ്യങ്ങളിലെയോ സമ്മാന ജേതാക്കളെ നോക്കൂ. അവർ ഭരണകൂടത്തിന്റെ വക്താക്കളായിരിക്കും. ഒബാമയോ അൽഗോറോ ജിമ്മി കാർട്ടറോ ആവട്ടെ, എല്ലാവരും ഭരണകൂടത്തിന്റെ വക്താക്കൾ. അതാണ് നോബൽ സമ്മാനത്തിന്റെ രാഷ്ട്രീയം. എന്നാൽ ഒരു റഷ്യൻ പ്രസിഡന്റിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആരാണെന്നറിയണ്ടേ? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട മിഖായേൽ ഗോർബച്ചേവിന്. ഇത്രയും പറഞ്ഞത് ഈ വർഷത്തെ നൊബേൽ സമ്മാനം ലഭിച്ച ആളെ പരിചയപ്പെടുത്തുന്നതിന് മുന്നോടിയായാണ്. വെനിസ്വേലിയൻ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോക്കാണ് ഇത്തവണ നൊബേൽ സമ്മാനം നൽകിയത്. ലോക സമാധാനത്തിനായി അശ്രദ്ധം പരിശ്രമിച്ച ഡൊണാൾഡ് ട്രംപ് നിരന്തരം സ്വയം അവകാശം ഉന്നയിക്കുകയും പറ്റാവുന്നവരെ കൊണ്ടൊക്കെ ഏറ്റുപറയിക്കുകയും ചെയ്തിട്ടും അവാർഡ് അവസാനം തീരെ അപ്രശസ്തയായ മച്ചാഡോക്ക് ലഭിക്കുകയായിരുന്നു. നോബലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ സ്വയം അവകാശം ഉന്നയിച്ച് നടന്നിരുന്നത്. അന്ന് പക്ഷേ ട്രംപിനെ ലഭിക്കാത്തത് നല്ല കാര്യമായെന്ന് പലരും കരുതിയിരുന്നുവെങ്കിലും ഇപ്പോൾ വെനിസ്വേലയിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കിയാൽ ആ അവകാശവാദങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അത്ര ഹൈപ്പ് ഉണ്ടാക്കിയ ശേഷം അവാർഡ് മച്ചാഡോക്ക് ലഭിക്കുമ്പോഴാണ് അവരെ കുറിച്ച് ലോകം ഇതാരാണ് ട്രംപിനെ വെട്ടിയ മഹതി എന്ന രീതിയിൽ തിരയുന്നത് തന്നെ. അവർക്ക് ഒരു വലിയ പ്രചാരം ലഭിക്കേണ്ടത് പിന്നീട് അമേരിക്ക നടത്തിയ വെനിസ്വേലൻ ആക്രമണത്തിന് ആവശ്യമായിരുന്നു. കാരണം മച്ചാഡോ വെനിസ്വേലയിലെ മഡൂറോ സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളെ നയിക്കുന്ന ആളാണ്. മാത്രമല്ല ഒരുപക്ഷെ അമേരിക്ക അവിടെ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന പാവ സർക്കാരിനെ നയിക്കുന്നതും അവരാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് അവർക്ക് ലോക സമൂഹത്തിൽ ഒരു വിലാസം കൊടുക്കുക എന്നതായിരുന്നു ഈ വർഷം കണ്ട നൊബേൽ സമ്മാന ബഹളങ്ങളുടെ അജണ്ട. ഇനി നൊബേൽ കിട്ടാൻ മച്ചാഡോ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി നോക്കാം. വെനിസ്വേലയിലെ നാഷണൽ അസംബ്ലിയിൽ അംഗമായിരുന്ന മച്ചാഡോ 2014 ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് മീറ്റിംഗിൽ പങ്കെടുത്ത് വെനിസ്വേലയിൽ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് അവരെ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കി. ഇതിന് പിന്നാലെയാണ് അവർ നിരന്തരം പ്രതിഷേധങ്ങളുമായി തെരുവുകളിൽ മഡൂറോ സർക്കാരിനെതിരെ പോരാട്ടം തുടങ്ങിയത്. ഷാവേസിന് കീഴിൽ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ നിന്നിരുന്നപ്പോൾ അമേരിക്കയിലേക്ക് വെനിസ്വേലയിലെ എണ്ണ നിക്ഷേപം ലക്ഷ്യമിട്ട് നുഴഞ്ഞു കയറുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അവർ തങ്ങൾക്ക് പറ്റിയ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. ഷാവേസിന്റെ മരണത്തിന് ശേഷം മഡൂറോക്കെതിരെ പ്രക്ഷോഭങ്ങൾ നയിച്ച മച്ചാഡോയെ പെട്ടെന്ന് തന്നെ അവർ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. അതോടെ അവരുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം അമേരിക്കൻ സാമ്പത്തിക സഹായത്തോടു കൂടിയായി. 2019 തിരഞ്ഞെടുപ്പിൽ മച്ചാഡോയും സംഘവും ജുവാൻ ഗ്വാഡോയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചുവെങ്കിലും മറൂഡോ തന്നെ വിജയിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് അട്ടിമറിയൊക്കെ ആരോപിച്ച് രാജ്യത്തെ രാഷ്ട്രീയ ഭൂമികയെ കലുഷിതമാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ജനങ്ങളിൽ ഭൂരിപക്ഷവും മഡൂറോയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നതിനാൽ സൈന്യത്തിന് മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല. 2024 ഇതേ സംഭവങ്ങൾ ആവർത്തിച്ചു. അപ്പോഴും മഡൂറോ തന്നെ വിജയിച്ചു. തുടർന്നുണ്ടായ രണ്ടാം തവണയും ഏറെ പണിപ്പെട്ടിട്ടും മഡൂറോയെ വീഴ്ത്തുവാൻ കഴിയാതെ വന്നതോടെയാണ് മയക്കുമരുന്ന് കഥയുമായിട്ട് നേരിട്ടുള്ള യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിയത്.
മഡൂറോയെ തടവിലാക്കിയ നിലയ്ക്ക് ഇനി അമേരിക്കൻ പട്ടാളം ഇനിയും ആക്രമണം തന്നെ തുടരുകയാണെങ്കിൽ അമേരിക്കയുമായി ചർച്ച നടത്തി പുതിയൊരു സർക്കാർ രൂപീകരണത്തിലേക്കായിരിക്കും വെനിസ്വല നീങ്ങുക. അമേരിക്കയ്ക്ക് താല്പര്യം അവരുമായി ദീർഘകാലമായി ബന്ധമുള്ള മച്ചാഡോയെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനായിരിക്കും. ഇവിടെയാണ് 2025 നൊബേൽ സമ്മാനം ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണെന്ന് തെളിയുന്നത്. എന്തായാലും ഇവർ അപരിചിതയാണെന്ന് ലോകത്തിന് ഇനി പറയാനാവില്ലല്ലോ. എന്തായാലും പണ്ട് ഇറാഖിനെ തകർത്തതുപോലെ സദ്ദാമിനെ വീഴ്ത്തിയതുപോലെ അമേരിക്ക ഇതും നടത്തിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നില കാണുമ്പോൾ പ്രതീക്ഷിക്കാനാവുന്നത്. കാരണം സദ്ദാമിനെ പോലെ തിരിച്ച് യുദ്ധം ചെയ്യാൻ ഇപ്പോൾ ഇവരുടെ പ്രസിഡന്റ് അമേരിക്കയുടെ തടവിലായതുകൊണ്ട് കഴിയില്ല. സദ്ദാം പരമാവധി പോരാടിയ ശേഷമാണ് പിടിയിലായത്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഒന്നും ലാഭമുണ്ടായില്ല എന്നതാണ് സത്യം. മിഡിൽ ഈസ്റ്റിൽ സൈനിക താവളങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയ ആ മേഖലയെ നിയന്ത്രിക്കാനായി എന്നത് ഒരു സത്യമാണെങ്കിലും ഇറാഖിൽ നിന്നും ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ടാവണം യാതൊരു പ്രതിരോധവും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിൽ മഡൂറോയെ ആദ്യം തന്നെ തടവുകാരനായി പിടിച്ചത്. കാരണം വെനിസ്വലയെ പ്രതിരോധിക്കുവാൻ തീരുമാനിച്ചാൽ എല്ലാം നശിക്കുകയും അമേരിക്ക ലക്ഷ്യമിട്ട സാമ്പത്തിക നേട്ടങ്ങളൊന്നും തന്നെ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവും. ഇറാഖിൽ പാളയതന്ത്രം ഇവിടെ ഉണ്ടാവാൻ അവർ കൃത്യമായിട്ട് നടപ്പാക്കിയെന്ന് തന്നെ പറയാം. ഇനി മഡൂറോയെ എന്ത് ചെയ്യണമെന്നതാണ് ലോകം കാത്തിരിക്കുന്നത്. ന്യൂയോർക്കിൽ കൊണ്ടുവരുമെന്ന് വാർത്തകളുണ്ട്. ഇതിനകം തന്നെ അമേരിക്ക നിരവധി കുറ്റങ്ങൾ മഡൂറോയ്ക്ക് മേൽ ചുമത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിചാരണ നടത്തി വധിക്കാൻ തന്നെയാവും അമേരിക്ക ലക്ഷ്യമിടുന്നത്. അത് വെനിസ്വലൻ നിയമപ്രകാരം അവിടെ വെച്ച് തന്നെ ചെയ്യിക്കുവാനും ശ്രമിച്ചേക്കും. അതിനായി അമേരിക്കയുടെ ഒരു പാവ സർക്കാർ അവിടെ ആവശ്യമാണ്. അതായിരിക്കും അമേരിക്കയുടെ ആദ്യ ലക്ഷ്യവും. വെനിസ്വലയ്ക്കെതിരെ സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്ന ബോധ്യം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെനിസ്വലയിലെ ആക്രമണത്തെ അപലപിക്കുകയും പ്രതിഷേധങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുക എന്നത് ജനാധിപത്യ ബോധ്യമുള്ള ഓരോ മനുഷ്യന്റെയും ചുമതലയാവുകയാണ്. ഓരോ രാജ്യത്തും ആ രാജ്യത്തെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നത് അമേരിക്ക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1957 കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ അമേരിക്കൻ ചാര സംഘടനയായ CIA ശ്രമിച്ചിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങളും ഇതേ രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്. ആദ്യം പറഞ്ഞതുപോലെ ഈ വർഷം മച്ചോടയ്ക്ക് അവാർഡ് കൊടുത്തത് വെനിസ്വലയെ ആക്രമിച്ചെങ്കിൽ 2023 ഇറാനിലെ പ്രതിഷേധങ്ങളുടെ നേതാവിനും നൊബേൽ സമ്മാനം നൽകിയിരുന്നു എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം.